കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്നാൽ ഒന്നുകൂടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, അടുത്ത ക്ലാസ് തരണേ. ഓക്കെ, ഒരു ലൈറ്റ് സെഷൻ എടുക്കാം. ഒരു ലൈറ്റ് സെഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞു ബൈബിള് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിക്കാം. അതിന് ബൈബിള് പഠിക്കുന്നതിനൊരു വിധമുണ്ട്. ഈശോ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളൊരു വിധമാണ്. എത്രയാണത്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 52. അതൊന്ന് എടുത്ത് വായിച്ച്. 13-ാം അധ്യായം 52. മത്തായി 13:52. അതിനകത്ത് ചായ ഉണ്ടാന്ന് നോക്കി. ചായ. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. മനസ്സിലായോ? ഒന്നുകൂടി വായിച്ചത് ശ്രദ്ധിച്ച് വായിക്കണം എല്ലാവരും. അവൻ തുടർന്നു സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. ഇത് ഇത്തിരി എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് ഇത് മനസ്സിലാക്കാൻ. ഇത് ഈശോ പറയുന്നത് ദൈവവചനം പഠിക്കുന്നതിൻ്റെ ഒരു ടെക്നിക്കാണ്. ഇത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ചേക്കുന്നത് കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് എളുപ്പം ക്യാപ്സൂളുമായി തരികയാണ്. ആദ്യം ഒന്നുകൂടി വായിച്ചേ. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന നിയമജ്ഞൻ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. കർത്താവേ, ആ മകളെ അനുഗ്രഹിക്കണമേ. പതുക്കെ അതിവച്ച വേണ്ട. ഓക്കെ, അവിടെ മുറിയിൽ കൊണ്ടുപോയി കിടത്തണോ? ഓക്കെ, നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോ, അത് അവർ നോക്കിക്കോളൂ. അവിടെ ശ്രദ്ധിക്കണം. അതിൻ്റെ ആദ്യ ഭാഗം നോക്കി. സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആദ്യ ഭാഗം സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന നിയമജ്ഞൻ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ 3 തരത്തിലുള്ള ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്തെല്ലാമാണ് 3 തരത്തിലുള്ള ശിഷ്യന്മാർ? ആരെല്ലാമാണത്? 1, യേശുവിൻ്റെ ശിഷ്യന്മാർ. 2, സ്നാപകയോഹന്നാൻ്റെ ശിഷ്യന്മാർ. 3 ഫരിസേയരുടെ ശിഷ്യന്മാർ. നിയമജ്ഞരും ഫരിസേയരുടെയും ശിഷ്യന്മാർ. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ശിഷ്യന്മാരായിരുന്നവർ, അവർ പഴയ നിയമം അവർക്കറിയാലോ. മനസ്സിലായല്ലോ. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ശിഷ്യന്മാരായിരുന്നവർ പഴയ നിയമം അവർക്കറിയാം, പക്ഷെ അവർക്ക് പുതിയ നിയമം അറിഞ്ഞൂടാ. അപ്പോൾ അവരെയാണ് ഈ പറയുന്നത്. ഒന്നിട്ട് വായിച്ചേ. ഈ സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യൻ എന്ന് പറയുന്നതാണ് യേശുവിൻ്റെ ശിഷ്യൻ. യേശുവിൻ്റെ ശിഷ്യരാരാണ്? സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യർ. യേശുവിൻ്റെ ശിഷ്യരാരാണ്? സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യർ.
എന്തു പറ്റി? എന്താണ്? ഓൾറൈറ്റ്, ഓക്കെ ഓക്കെ, സാവധാനം ശരിയാവും, ഡോൺ വറി. ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഇരുന്ന് കേൾക്കുക, ആരെങ്കിലും ഒരാൾ കൂടെ ഇരുന്ന് അവരെ ശുശ്രൂഷിക്കുക. ഓക്കെ, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യൻ അല്ല, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞൻ കണ്ടോ. അപ്പോൾ ഈ നിയമജ്ഞൻ മുമ്പ് നിയമജ്ഞൻ ആരുടെ ശിഷ്യനായിരുന്നു? ഫരിസേയൻ ആയിരുന്നു, നിയമജ്ഞനായിരുന്നു. അയാൾക്ക് ഇതുവരെ പഴയ നിയമം മാത്രമേ അറിയുള്ളൂ. എന്നാൽ ഇപ്പോൾ അയാൾ ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്നിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഒന്നില്ലെങ്കിൽ യോഹന്നാൻ മൗന്താനയുടെ ശിഷ്യനായിരുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഫരിസേയരുടെ ശിഷ്യനായി യേശുവിൻ്റെ പ്രബോധനം കേട്ട് യേശുവിൻ്റെ ശിഷ്യനായി തീർന്നു. ഇനി പറഞ്ഞിരിക്കുന്ന അടുത്ത ഭാഗം ഒരു വീട്ടുടമസ്ഥനെ പോലെ, ആ വീട്ടുടമസ്ഥൻ്റെ പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ കൾച്ചറിൽ പുതിയതും പഴയതെന്ന് പറഞ്ഞാൽ പുതിയ വീഞ്ഞും പഴയ വീഞ്ഞുമാണ്. ഇപ്പം നമ്മൾ ഇസ്രായേലിലോ അല്ലെങ്കിൽ ഈവൻ ഇറ്റലിയിലൊക്കെ വീടുകളിൽ പോയാൽ, നമ്മളിപ്പോൾ ഞാൻ അവിടെ ഇറ്റലിയിൽ വീട്ടിൽ പോകുകയാണെങ്കിൽ അവർ വെള്ളം വേണോ ചായ വേണോ എന്നല്ല ചോദിക്കണേ. അവർ ഒന്നും ചോദിക്കില്ല, ആദ്യം തന്നെ വീഞ്ഞ് കൊണ്ടുവരും. എന്ത് വീഞ്ഞ് കൊണ്ടുവരും? പുതിയ വീഞ്ഞും പഴയ വീഞ്ഞും ഓരോ കുപ്പി കൊണ്ടുവരും. എവിടെ നിന്ന് കൊണ്ടുവരും? അവരുടെ കെല്ലർ, അവരുടെ ആ ബേസ്മെൻറ്റിൽ വീഞ്ഞ് കെല്ലർ എന്ന് പറയും. അതായത് വീഞ്ഞിൻ്റെ സ്റ്റോർ റൂം ഉണ്ട്, അതധികം അണ്ടർഗ്രൗണ്ടിലാണ്. അതിൽ നിന്ന് പുതിയതും പഴയതും കൊണ്ടുവരും. എന്നിട്ട് ആദ്യം പുതിയത് വിളമ്പും. അത് വിളമ്പി കുടിച്ച് നമ്മൾ നല്ല ഒരു ലഹരിയിലാകുമ്പോൾ പഴയത് വിളമ്പും. ഇതാണ് സാധാരണ അവരുടെ നാട്ടു നടപ്പ്. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്, ഈ നിയമജ്ഞൻ ഇനി എന്ത് കുടിക്കണം? പുതിയ വീഞ്ഞ് കുടിക്കണം എന്ന് പറഞ്ഞാൽ പുതിയ നിയമം അവനെ പഠിപ്പിക്കണം. ആ പുതിയതിൽ നിന്ന് അവൻ പഴയതിലേക്ക് പോകും. മനസ്സിലായോ? ഒന്നുകൂടി വായിച്ചു നോക്കിയേ, ഇനി ഒന്നുകൂടി വായിച്ചു നോക്കിയേ. അവൻ തുടർന്നു, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. പുതിയതും പഴയതും. അപ്പോൾ ആദ്യം എന്താണ്? പുതിയത്. അതിനുശേഷം എന്താണ്? പഴയത്. എന്ത് വേണം? വെള്ളം വേണം? ഒന്ന് പ്രാർത്ഥിക്കാം. ആ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ലിജിക്ക് വേണ്ടി. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഒരു മിനിറ്റ് നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം.